നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മുറുകുന്ന വാക്പോര്. സിപിഎമ്മിനെതിരെ മിണ്ടില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സിപിഎമ്മിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സിപിഎമ്മിന് മറുപടി പറയാൻ കേരള നേതാക്കൾ മതിയെന്ന് ചെന്നിത്തല. കേരളത്തിലെ നേതാക്കൾക്ക് മറുപടി പറയാൻ മാത്രമേ സിപിഎം ഉള്ളൂ. യെച്ചൂരിയോട് പോലും കേരളത്തിലെ സിപിഎമ്മുകാർ മാന്യത കാണിച്ചില്ല. യെച്ചൂരിയുടെ ദേശീയ ബദൽ പൊളിച്ചത് കേരളത്തിലുള്ളവർ. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ ജനങ്ങൾ നിലംപരിശാക്കുമെന്നും ചെന്നിത്തല. സിപിഎമ്മിനെതിരെ വിമർശനത്തിനില്ലെന്ന് രാഹുൽ പറയുമ്പോഴും വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിലാണ് ഇടതു നേതാക്കൾ. സിപിഎമ്മിനെതിരെ നടത്തുന്ന പ്രചാരണം കോൺഗ്രസിന് എതിരായി മാറുമോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭയമെന്നായിരുന്നു കോടിയേരിയുടെ വിമർശനം. അതിനിടെ രാഹുലിന്റെ നിലപാടിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാഷ്ട്രീയ സദാചാരത്തിന് എതിര്. രാഷ്ട്രീയ അഭയാർത്ഥിയായ രാഹുലിന്റെ പ്രസ്താവന ജനങ്ങളെ കബളിപ്പിക്കാൻ. ചത്ത കുതിരയെന്ന് മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ച കോൺഗ്രസ് നേതാവ് ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്നത് അവരുടെ കൈപിടിച്ചെന്നും ശ്രീധരൻപിള്ളയുടെ ആരോപണം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലി അന്തരിച്ചു. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമായ ആനന്ദവല്ലി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. 3000-ഓളം സിനിമകളിൽ ശബ്ദം നൽകിയ കലാകാരിയായിരുന്നു ആനന്ദവല്ലി. 1973 ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ നടി രാജശ്രീക്ക് ശബ്ദം നൽകിയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറിച്ചത്. 1992 ആധാരം എന്ന സിനിമയ്ക്ക് ശബ്ദം നൽകി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. ഏണിപ്പടികൾ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തും മികവ് തെളിയിച്ചു. ആനന്ദവല്ലിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ശബ്ദവൈവിധ്യം കൊണ്ട് തന്റേതായ സ്ഥാനം നേടിയ വ്യക്തിയായിരുന്നു ആനന്ദവല്ലിയെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ട് കൈമാറി കളക്ടർ. MK രാഘവനെതിരായ കോഴ ആരോപണത്തിലെ ഒളിക്യാമറ ദൃശ്യത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവ റാവു. നിലവിലെ സാഹചര്യത്തിൽ തിടുക്കത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും കളക്ടർ. ആരോപണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കളക്ടർ കൈമാറി. വിഷയത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരുമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചിരുന്നു. അതിനിടെ വാർത്തയ്ക്ക് പിന്നിൽ CPM ആണെന്ന ആരോപണം തെളിയിക്കാൻ രാഘവനെ വെല്ലുവിളിച്ച് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ. കരച്ചിൽ നാടകം ആസൂത്രിതമെന്ന് ജില്ലാ സെക്രട്ടറി. വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനുള്ള കോൺഗ്രസ് നീക്കത്തിന് പിന്നാലെയാണ് CPMന്റെ വെല്ലുവിളി. ചിത്രീകരിച്ച മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് MK രാഘവന്റെ നീക്കം. കോഴ ആരോപണത്തിൽ രാഘവന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. MK രാഘവനെ ജനങ്ങൾക്കറിയാം. CPMന്റെ ഗൂഢാലോചനയും തിരഞ്ഞെടുപ്പ് സമയത്തുള്ള ഇത്തരം കെട്ടുകഥകളും വിലപ്പോകില്ല എന്നും ചെന്നിത്തല. സിംഗപ്പൂർ കേന്ദ്രമായ ബിസിനസ് ഗ്രൂപ്പിന് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ 15 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഡൽഹിയിലെ കൺസൾട്ടൻസി കമ്പനി പ്രതിനിധികൾ എന്ന നിലയിൽ ഹിന്ദി ചാനലിന്റെ പ്രതിനിധികൾ രാഘവനെ സമീപിച്ചത്. സംഭാഷണത്തിനിടയിലാണ് തിരഞ്ഞെടുപ്പിൽ ചിലവാകുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ രാഘവൻ വെളിപ്പെടുത്തിയത്. ജഡ്ജി പിന്മാറി. ഐസ്ക്രീം പാർലർ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പിന്മാറി. ജഡ്ജിയുടെ നീക്കം കേസ് അട്ടിമറിച്ചു എന്നാരോപിച്ച് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കേസിൽ നിന്ന് പിന്മാറുന്നതായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തുറന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. സാധാരണ നടപടിക്രമമായതിനാൽ പിന്മാറിയതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് നിർബന്ധമില്ല. കേസ് ഏത് ബെഞ്ച് പരിഗണിക്കണമെന്നത് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. കേസിലെ അന്വേഷണം വർഷങ്ങൾക്ക് മുൻപേ അവസാനിച്ചതാണ്. ഇനി വേറെ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാർ നിലപാട്. വാദം തള്ളി അമേരിക്ക. പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തു എന്ന ഇന്ത്യയുടെ വാദം തള്ളി അമേരിക്ക. പാകിസ്ഥാന് നൽകിയ F-16 വിമാനങ്ങളിൽ നിന്നും ഒന്നും കാണാതായിട്ടില്ല എന്ന് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ. വിമാനം വെടിവെച്ചിട്ടെന്ന ഇന്ത്യയുടെ വാദം അംഗീകരിക്കാനാവില്ല എന്ന് US പ്രതിരോധ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ഫോറിൻ പോളിസിയുടെ റിപ്പോർട്ട്. അന്വേഷണ വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടത് നിയമങ്ങൾ മറികടന്ന് പാകിസ്ഥാൻ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചതിനെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിലടക്കം പരാതി നൽകിയതിന് പിന്നാലെ. ഇന്ത്യയുടെ ബലാക്കോട്ട് ആക്രമണത്തെ തുടർന്ന് പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിനിടെ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ് വിമാനം വീഴ്ത്തിയെന്നത് ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.